നമ്മളിന്ന് അമ്പലത്തിൽ പോവാൻ നിൽക്കുമെന്ന് കേട്ടോ രാവിലെ തന്നെ. എന്താന്ന് വെച്ചാൽ എന്നാ ദേവാ എന്തിനാ നമ്മള് അമ്പലത്തിൽ പോന്ന്? അമ്മേന്റെ ബർത്ത്ഡേ. എൻ്റെ മാത്രല്ല എൻ്റെ അനൂപിന്റെയും കൂടി പിറന്നാളാണ് കേട്ടാ. നമ്മള് ട്വിൻസ് ആണ്. അപ്പൊ അനൂപ് നാട്ടിലില്ല, ശ്രീധേട്ടനും ഇപ്പൊ ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ സങ്കടം ഉണ്ട്, എന്നാലും അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു. അല്ലേ, പോയിട്ട് വരാ. അടുത്തിൽ തന്നെ അമ്പലമാണ്, പോയിട്ട് വരാം. ഓക്കെ, ബൈ. വരാം. ഇതാണ് കേട്ടോ അനൂപ് ഇപ്പൊ വൈഫൊക്കെ ആയിട്ട് അബുദാബിയിലാണ് ഉള്ളത്. മക്കളിവിടെ നിൽക്കേ. അമ്പലത്തിൽ പിടിച്ച വണ്ടി എടുക്കട്ടെ. നമ്മള് മൂന്നാളും കൂടി 4 ആളും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാം. മേത്ത് മണ്ണാക്കല്ലേ. ഫോണ് ഫോണ് ഓക്കെ പോട്ടെ എന്നാലേ. അമ്മായി ഇതാ ദർശുട്ടീന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ. അതുകൊണ്ട് ഇവളെയും കൂട്ടിയിട്ട് പോവാൻ നല്ല ഏലാന്ന്. അപ്പൊ പോയിട്ട് വരച്ചിയാ ദേവാ വെച്ച് പോവാം. ചേച്ചോറ അമ്മമ്മനോട് അമ്മായി പോയിട്ട് വരേ. നമ്മളെ വീട്ടിൻ്റെ അടുത്തില്ലേ ആലത്തട്ട് മുത്തപ്പൻ മടപ്പുരയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ഇടയും കൂടി കയറിയിട്ട് തന്നെ നമ്മളിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ പോകല്ലോ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. മുത്തപ്പൻ മടപ്പുര നമ്മളെ ഇതിനിടയ്ക്ക് ഉത്സവം കഴിഞ്ഞ് മെയ്യിൽ ഇതാ ഈ നായിനെ ശ്രീധേട്ടൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുത്തതാണ് കേട്ടോ. ശരി കാണുന്നുണ്ടോ? വെണ്ണാരത്തിന്റെ മേലെ വെച്ചിട്ടല്ലേ. ദേവുട്ടൻ ദർശന്റെ ചെരുപ്പയച്ചു. ബാ ഇച്ച ബാ കേറ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആലത്തട്ട് മുത്തപ്പൻ മടപ്പുര. ഇതിനെയും ശ്രീധേട്ടൻ ഉണ്ടാക്കി കൊടുത്തിയാന്ന് കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട് പറയണേ. ഇതാ നമ്മളങ്ങനെ ലാവിൽ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് ലാവിൽ അമ്പലം. ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഇതാണ് കേട്ടോ അമ്പലം. അമ്പലത്തിലെത്തിയപാട് വഴിപാട് കഴിക്കാണ് കേട്ടോ. എല്ലാവരുടെ പേരിലും വഴിപാടൊക്കെ കഴിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് വേഗം പുറത്തിറങ്ങിയ നേരം അവിടെ പായസം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം ദേവത്തിന് ശ്രീദർശന് സ്കൂളിൽ പോകണല്ലോ. പിന്നെ ആകെ ഒരു സങ്കടമായിരുന്നു. കാരണം മക്കളും പോയി, ശ്രീധേട്ടനും ഇല്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കുന്ന വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. പക്ഷെ ശ്രീധേട്ടൻ സർപ്രൈസായിട്ട് വൈകുന്നേരം തന്നെ എത്തിയിട്ടുണ്ടായി കേട്ടോ. ഇതാണ് സർപ്രൈസ്. കേക്കും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ശ്രീധേട്ടൻ വന്നിട്ടുണ്ടായേ. നട്ടി ബബിൾ കേക്ക്, പേരുണ്ട് അനുരാധ അനൂപ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കേക്ക് എങ്ങനെയുണ്ട് പറയണേ. Happy birthday to you. Happy birthday to you. Happy birthday to you.
അത് വീണ താഴെ